ഡിഡ് യു സെൽ യുവർ കാർ? നിങ്ങളെ കാറ് വിറ്റോ? യെസ്, അതെ. ഐ സോൾഡ് ഇറ്റ് ടു മൈ ഫ്രണ്ട് ബോബ്. ഞാൻ എൻ്റെ കൂട്ടുകാരൻ ബോബിന് വിറ്റു. ഡിഡ് യു പുട്ട് ദ മണി ഇൻ ദ ബാങ്ക്? നിങ്ങൾ ക്യാഷ് ബാങ്കിലിട്ടോ? ഐ ഡെപ്പോസിറ്റഡ് പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് സ്പെൻഡ് ദ റെസ്റ്റ്. ഞാൻ അതിൽ കുറച്ച് ഭാഗം ബാങ്കിലിട്ടു, ബാക്കി എന്ത് ചെയ്തു? ഞാൻ ചിലവാക്കി. കോൺവെർസേഷൻ ഇ. ഡു യു ഹാവ് എൻ അക്കൗണ്ട് അറ്റ് ദാറ്റ് ബാങ്ക്? ആ ബാങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടോ? ഐ ഹാവ് ഗോട്ട് എ സ്പെഷ്യൽ ചെക്കിംഗ് അക്കൗണ്ട്. എനിക്ക് എന്തുണ്ട്? ഒരു സ്പെഷ്യൽ ചെക്കിംഗ് അക്കൗണ്ട് ഉണ്ട്. ഹൗ മച്ച് ഡു യു ഹാവ് ടു കീപ്പ് ഇൻ ദ അക്കൗണ്ട്? നിങ്ങളെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് വെക്കണം മിനിമം ബാലൻസ് ആയിട്ട്? ദർ ഇസ് നോ മിനിമം. അതിൽ മിനിമം ബാലൻസിൻ്റെ ആവശ്യമില്ല. ഓക്കെ. കോൺവെർസേഷൻ നെക്സ്റ്റ്. കുഡ് യു ലെൻഡ് മീ $1 അണ്ടിൽ ടുമാറോ? നമ്മൾ സാധാരണ ചോദിക്കുമല്ലേ, ഒരു 1000 ഉണ്ടാവുമോ, 2000 ഉണ്ടാവുമോ, നാളെ തരാം. നാളേക്ക് $1 എനിക്ക് തരാനുണ്ടാവുമോ? ഐ ക്യാൻ, അതെ ഞാൻ തന്നോളാം. ഇഫ് യു ഹാവ് ചേഞ്ച് ഫോർ എ 5, ഒരു 5 ചില്ലറ ഉണ്ടെങ്കിൽ $1 ഞാൻ തരാം. ഐ വിഷ് ഐ ഡിഡ് ബട്ട് ഐ ഡോണ്ട്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക, പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചില്ലറ ഇല്ല. വെൽ വി ക്യാൻ ഗെറ്റ് ഇറ്റ് ചേഞ്ച്ഡ് ഈസിലി. നമുക്കെന്ത് ചെയ്യാം, നമുക്ക് ചില്ലറയാക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കോൺവെർസേഷൻ ബി. ഐ നീഡ് അബൌട്ട് $10. എനിക്കൊരു $10 വേണം. വാട്ട് ഡു യു നീഡ് ഇറ്റ് ഫോർ? എന്തിനാണത്? ഐ നീഡ് ഇറ്റ് ഫോർ ബുക്സ് ആൻഡ് സപ്ലൈസ്. ബുക്സും മറ്റ് സ്റ്റേഷനറി ഐറ്റംസൊക്കെ വാങ്ങിക്കാനാണ്. ഓക്കെ, ഐ ലെൻഡ് ഇറ്റ് ടു യു. ഞാൻ നിനക്ക് തരാം. കോൺവെർസേഷൻ സി. കുഡ് ഐ ബോറോ സം മണി ഫ്രം യു ഫോർ എ ഫ്യൂ ഡേയ്സ്? കുറച്ച് ദിവസത്തേക്ക് കുറച്ച് ക്യാഷ് കടം തരുമോ? ഹൗ മച്ച് ഡു യു നീഡ്? നിങ്ങൾക്ക് എത്ര ക്യാഷ് വേണം? കുഡ് യു സ്പെയർ $4 or $5? ഒരു $4-5 നിങ്ങൾക്ക് തരാൻ പറ്റുമോ? യെസ്, ബട്ട് ഐ നീഡ് ദ മണി മൈസെൽഫ് ബിഫോർ നെക്സ്റ്റ് വീക്ക്. പക്ഷേ അടുത്ത ആഴ്ചക്ക് മുമ്പ് തന്നെ എനിക്ക് എന്ത് ചെയ്യണം? ക്യാഷ് വേണം. ഓക്കെ. കോൺവെർസേഷൻ ഡി. വാട്ട് ഡിഡ് യു നീഡ് ദ മണി ഫോർ യെസ്റ്റർഡേ? ഇന്നലെ നിനക്ക് എന്തായിരുന്നു ക്യാഷിന് അത്യാവശ്യം അല്ല ആവശ്യം? ഐ വാണ്ടഡ് ഇറ്റ് ഫോർ എ ന്യൂ സ്യൂട്ട്. എനിക്കൊരു പുതിയ സ്യൂട്ട് വാങ്ങിക്കാനായിരുന്നു. ഡിഡ് യു ഗെറ്റ് ദ മണി? നിങ്ങൾക്ക് ആ ക്യാഷ് കിട്ടിയോ? യെസ്, ഐ ബോറോഡ് ഇറ്റ് ഫ്രം എ ഫ്രണ്ട്. ഞാൻ ആ ഒരു ഫ്രണ്ടിനോട് വാങ്ങിച്ചു, കടം വാങ്ങിച്ചു. കോൺവെർസേഷൻ ഇ. ഹൗ മച്ച് ചേഞ്ച് ഹാവ് യു ഗോട്ട്? നിങ്ങൾക്ക് എത്ര ചില്ലറ കിട്ടി? അല്ല, നിങ്ങളുടെ അടുത്ത് എത്ര ചില്ലറ ഉണ്ട്? 2 quarters, 2 nickels and a dime. അപ്പോൾ 2 quarters, 2 nickels and a dime ഇതൊക്കെ ഡോളേഴ്സിൻ്റെ ഒക്കെ വ്യത്യസ്തമായ നാണയ ഫ്രാക്ഷൻസാണ്. 2 quarters എന്ന് പറഞ്ഞാൽ 2.25 പൈസയല്ല, 25 വാല്യൂ ഉള്ള. നിക്കൽസ് എത്രയോ 5 പൈസ, ഡൈം 10 പൈസ. അങ്ങനെ പൈസ മീൻസ് അവിടുത്തെ യൂറോപ്യൻ ഇക്വാലൻ്റ് കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ദാറ്റ്സ് നോട്ട് ഇനഫ് ടു ചേഞ്ച് ദിസ് ഡോളർ ബിൽ. ഈ ഒരു കറൻസിക്ക് ഇത് പോരാ, ഇതിനേക്കാളും ചില്ലറ വേണം. ഐ ലെൻഡ് യു ആൾ ഓഫ് ദിസ് ചേഞ്ച് ഇഫ് യു വാണ്ട് ഇറ്റ്. നമുക്ക് വേണമെങ്കിൽ മൊത്തം കയ്യിലുള്ള ചേഞ്ച് മൊത്തം തരാമെന്ന് അയാൾ പറഞ്ഞ് അവസാനിപ്പിച്ച കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് കോൺവെർസേഷൻ. ഹൗ മച്ച് ആർ ദ പൊട്ടറ്റോസ്? ഈ ഉരുളക്കിഴങ്ങിന് എത്രയാണ്? ഐ ബെഗ് യുവർ പാർഡൻ, എനിക്ക് മനസ്സിലായില്ല. വൺസ് മോർ. ഹൗ മച്ച് ഡു ദ പൊട്ടറ്റോസ് കോസ്റ്റ്? എത്രയാണ് ഈ പൊട്ടറ്റോസിൻ്റെ വില? 15 cents എ പൗണ്ട്. ആ ഒരു സെൻറ്റിന് 15. ഓക്കെ. കോൺവെർസേഷൻ ബി. ഐ വുഡ് ലൈക്ക് എ ബാഗ് ഓഫ് ഓണിയൻസ് ആൻഡ് എ ജാർ ഓഫ് ഒലീവ്സ്. എനിക്ക് ഒരു ബാഗ് ഉള്ളിയും പിന്നെ ഒരു ജാറ് ഒലീവ്സും വേണം. ഡു നീഡ് ഫ്രൂട്ട്, ആപ്പിൾസ്, ലെമൺസ്, പ്ലംസ്? നിങ്ങൾക്ക് ആപ്പിള്, നാരങ്ങ, പിന്നെ കേക്ക് ഇതൊക്കെ വേണോ? പെർഹാപ്സ് എ ബോക്സ് ഓഫ് ചോയ്സ് ആൻഡ് എ ബഞ്ച് ഓഫ് ഗ്രേപ്സ്. ചിലപ്പം ഒരു ബോക്സ് ചെറിയും പിന്നെ കുറച്ച് മുന്തിരിയും നിങ്ങൾ വെച്ചോളി, ചിലപ്പം വേണ്ടി വരും. ആൽ പുട്ട് ആൾ ദീസ് ഇൻ എ ബോക്സ് വിത്ത് യുവർ അതർ ഗ്രോസറീസ്. ഞാൻ മറ്റ് നിങ്ങളെ ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിലും കൂടി എന്ത് ചെയ്യാം, കൂട്ടത്തിൽ വെച്ചോളാം. ഓക്കെ. കോൺവെർസേഷൻ സി. അത് കഴിഞ്ഞു. അടുത്തത്. ഐ ഫോർഗോട്ട് ടു ബൈ സം റൈസ്. ഞാൻ കുറച്ച് റൈസ് വാങ്ങിക്കണ്ടേ, ഞാൻ മറന്നുപോയി. ഹൗ മച്ച് ഡു യു വാണ്ട്? നിങ്ങൾക്ക് എത്ര വേണം? വുഡ് യു പ്ലീസ് ഗെറ്റ് മീ 2 pounds? ഒരു 2 പൗണ്ട് തരുമോ? ഓൾറൈറ്റ്, ആയിക്കോട്ടെ. 2 pound ബാഗ്, 2 pound ബാഗിൽ തരാം. കോൺവെർസേഷൻ ഡി. ഡു യു നീഡ് മിൽക്ക് ഓർ ക്രീം? നിങ്ങൾക്ക് പാലാണോ വേണ്ടത്, ക്രീമാണോ വേണ്ടത്? യെസ്, ലെറ്റ്സ് ഗെറ്റ് എ പിൻറ്റ് ഓഫ് ക്രീം ആൻഡ് 2 quarts of milk.
അത് അളവായിരിക്കും. ഒരു പിൻറ്റ് ക്രീമും ഒരു 2 ക്വാർട്സ് ഓഫ് മൈൽ. ഓക്കെ, ഡോണ്ട് യു നീഡ് എ മിൽക്ക് ഓർ ക്രീം? അത് നിങ്ങൾക്ക് പാലോ ക്രീമോ വേണ്ടതെന്നാണ് ചോദിച്ചത്. ലെറ്റ്സ് ഗെറ്റ് എ പിൻറ്റ് ഓഫ് ക്രീം ആൻഡ് 2 ക്വാർട്സ് ഓഫ് മിൽക്ക് എന്നാട്ടോ, മില്ലി എന്നല്ല. അത് 2 ലിറ്ററിലുള്ള അളവാണ്. ഏകദേശം മിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 500 ml മറ്റേത് പിൻറ്റ് പറഞ്ഞാൽ 500 ml മറ്റേതൊരു 1 kg അടുത്തും ഉണ്ടാവും. അപ്പോൾ വി ക്യാൻ ഗെറ്റ് എ 2 quart കണ്ടെയ്നർ. അതാണ് 2 quart കണ്ടെയ്നർ എടുക്കാം. ലെറ്റ്സ് ഗെറ്റ് സം സോർ ക്രീം ടു. നമുക്ക് കുറച്ച് സോറുള്ള പുളിയുള്ള ക്രീം കൂടി എടുക്കാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. അല്ല, ഒരു കോൺസെഷൻ ഈയുടെ അതിൽ കവർ ചെയ്യാം. പ്ലീസ് ഗിവ് മീ 2 bottles ഓഫ് മിൽക്ക്. എനിക്ക് 2 ബോട്ടിൽ മിൽക്ക് തരും. ആൾ ഓഫ് അവർ മിൽക്ക് ഈസ് ഇൻ കാർട്ടൂൺസ്. നമ്മളെ പാലുകളൊക്കെ ഈ ബോക്സിലാണ്. കാർട്ടൂൺസ് ആർ ഓൾ റൈറ്റ്. കാർട്ടൂൺസൊക്കെ ഓക്കെയാണ്. ഐ പ്രിഫർ ബോട്ടിൽസ്. കാർട്ടൂൺസൊക്കെ ഓക്കെ, പക്ഷെ ഞാൻ ബോട്ടിൽസിലാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, കാർട്ടൂൺസ് ആർ മോർ കൺവീനിയൻറ്റ് ആൻഡ് ദർ ഈസ് എ ഡെപ്പോസിറ്റ് ഓൺ ബോട്ടിൽസ്. കൂടുതൽ സൗകര്യപ്രദം കാർട്ടൂൺസ് ആണ്. പിന്നെ ബോട്ടിൽസ് ആകുമ്പോൾ അതിലൊരു ഡെപ്പോസിറ്റ് വരും.